സംഭലിൽ മസ്ജിദ് ഉൾപ്പെടെ 34 കെട്ടിടങ്ങൾക്ക് നോട്ടീസ്. സംഭലിലെ ലക്ഷ്മൺഗഞ്ച് പ്രദേശത്ത് 34 കെട്ടിടങ്ങൾക്ക് നോട്ടീസ് നൽകി. അനധികൃത നിർമ്മാണമെന്നാരോപിച്ചാണ് നോട്ടീസ്. റവന്യൂ വകുപ്പ് നടത്തിയ സർവേയെ തുടർന്നാണ് നടപടി. സ്വാതി സന്തോഷ് വിവരങ്ങളുമായി ചേരുന്നു. സ്വാതി, ഈ ബുൾഡോസർ രാജ് ഒരു പ്രത്യേക വിഭാഗത്തെ കേന്ദ്രീകരിച്ച് നീങ്ങുന്നു, ഉത്തരേന്ത്യയിലടക്കം എന്ന വലിയ ആക്ഷേപം നിലനിൽക്കുകയാണ്. പുതിയ സർവേയുടെ പേരിലുള്ള നടപടി കൂടി, അതും സംഭലിൽ. എന്തൊക്കെയാണ് വിവരങ്ങൾ? സംഭൽ ലക്ഷ്മൺഗഞ്ച് പ്രദേശത്ത് സർക്കാർ ഭൂമിയിലാണ് അനധികൃതമായി നിർമ്മാണം നടത്തിയെന്ന് ആരോപിച്ചുകൊണ്ട് ഒരു 34 കെട്ടിടങ്ങൾക്ക് സംഭലിലെ ജില്ലാ ഭരണകൂടം തന്നെ നോട്ടീസ് നൽകിയിട്ടുള്ളത്. ഇതിൽ മസ്ജിദ് അടക്കം ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നോക്കിക്കാണേണ്ടത്. ഈ സർക്കാർ ഭൂമിയിൽ അനധികൃത നിർമ്മാണം പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ റവന്യൂ വകുപ്പ് നടത്തിയ സർവേയുടെ തുടർ നടപടി എന്ന നിലയിലാണ് ഇത് നടത്തിയത് എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം ഇപ്പോൾ വിശദീകരണമായി പറയുന്നത്. ഈ കയ്യേറ്റം നടത്തിയെന്ന് പറയുന്ന ഭൂമിയിൽ ഒരു മസ്ജിദ് ഉൾപ്പെടെ 34 കെട്ടിടങ്ങൾ ഉണ്ടെന്നാണ് ഇപ്പോൾ അധികൃതർ അറിയിച്ചിട്ടുള്ളത്. അതേസമയം തന്നെ ഈ കെട്ടിടങ്ങളുടെ ഉടമകൾക്കും ബന്ധപ്പെട്ട അധികാരികൾക്കും നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നും ഈ കയ്യേറ്റങ്ങൾ നീക്കം ചെയ്യാനാണ് അവരോട് നിർദ്ദേശിച്ചുള്ളതുമാണ് സംഭലിലെ ജില്ലാ മജിസ്ട്രേറ്റ് അടക്കം പ്രതികരിച്ചിട്ടുള്ളത്. അതേസമയം തന്നെ ഈ അനധികൃത നിർമ്മാണമെന്ന് ആരോപിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരത്തിൽ നോട്ടീസ് നൽകുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ നടത്തുന്നത് ഈ മുസ്ലിം വിഭാഗങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് എന്നുള്ള ആരോപണം ശക്തമായിരിക്കുകയാണ്. സംഭലിൽ ഇപ്പോൾ തുടർച്ചയായി ഇത്തരം നടപടികൾ നടക്കുന്നത് എന്നുള്ള ആരോപണമാണ് ശക്തമാകുന്നത്. ശരി സ്വാതി സന്തോഷാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്.